ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരങ്ങളായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലുള്ള പട്ട് സാരികൾ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഫാൻസി സാരികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിനൊക്കെ നമ്മൾ ഉടുത്തിട്ട് പോകുമ്പോൾ അതിൽ കറകളാവാറുണ്ടല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഡ്രൈ ക്ലീനിങ്ങിനൊന്നും കൊടുക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഓയിൽ കറ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഈ സാരിയിൽ ഓൾറെഡി ഓയിലൊന്നും ഇല്ല. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഓയിലായ സാരി, ഓയിലായ ഭാഗം മാത്രം താഴെ ഒരു സർഫേസ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലുള്ളൊരു സർഫേസിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ എണ്ണ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്നാവുന്ന സമയത്ത് നമ്മളത് വെച്ചിട്ട് ഉരച്ച് എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് കോൺഫ്ലോർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് അത് വലിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ പൊടി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സാധാരണ ക്ലീൻ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് ആ പൗഡർ ആ എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഏത് പൊടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൈദമാവോ കടലമാവോ അല്ലെങ്കിൽ ചപ്പാത്തി മാവോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കോൺഫ്ലവർ ആണ്. അല്ലെങ്കിൽ ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം എല്ലാം ഒന്ന് തട്ടിക്കൊടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഷാമ്പു ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ആ ഭാഗം മാത്രം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ആകട്ടെ, ഏത് പുതിയ ഡ്രസ്സാണെങ്കിലും നമുക്ക് ഷാമ്പു ഉപയോഗിച്ച് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഫെയ്ഡ് ആവുകയില്ല. കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് കഴുകിയെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐഡിയ തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഡ്രൈ വാഷിനൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണക്കറയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ആ പാട് പോലും എവിടെയും കാണുന്നില്ല. ഉണങ്ങിയതിനുള്ള ശേഷമുള്ളൊരു റിസൾട്ടും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ സാരിയൊക്കെ ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഈ സൈഡ് കണ്ടില്ലേ, ഒരു കറയും ഇല്ല, നന്നായിട്ട് ക്ലീനായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക് സെറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മളെ കൊച്ചുമക്കളൊക്കെ സ്കൂളിലേക്ക് ഇട്ടിട്ട് പോകുന്ന ഡ്രസ്സിൽ, വൈറ്റ് ഡ്രസ്സ് ആണെങ്കിൽ പറയും വേണ്ട, ഇതുപോലുള്ള ഇങ്ക് കറകളൊക്കെ ആയാൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി സോപ്പിട്ട് നമ്മൾ ഒരയ്ക്കുകയല്ലേ. എത്ര തന്നെ നിങ്ങൾ സോപ്പിട്ട് ഒരച്ചാലും അത് പോകില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ കുറച്ച് ഡെറ്റോൾ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ കരയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ബോഡി സ്പ്രേ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊന്ന് ഡെറ്റോൾ ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ കറകളൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ഒരച്ചെടുത്തു എന്ന് മാത്രം. ഒരച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടാവും. നന്നായിട്ട് ആ കറയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ടും കൂടെ നോക്കാം കറയൊക്കെ പോയിട്ടുണ്ടോ എന്ന്. ആ ഭാഗം മാത്രം ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, ആ മഷിക്കറയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് നമ്മളുടെ ആ മഷിക്കറയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. വൈറ്റ് ഡ്രസ്സിൽ നമുക്ക് ഈ ടിപ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കറയൊന്നും ആവില്ല. അപ്പോൾ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ മഷിക്കറയായാൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് അരച്ചെടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മല്ലിത്തലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ വെറുതെ കളയാറായിരിക്കുകയല്ലേ. എന്നാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് അരച്ചിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഡിഷസിനൊക്കെ. അപ്പോൾ ഞാൻ ആ മല്ലിയുടെ തണ്ടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കേടായ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെളുത്തുള്ളിയിലുള്ളതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ തോലും. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എത്ര അധിക ക്വാണ്ടിറ്റിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വെളുത്തുള്ളിയും മല്ലിത്തലയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ട്ടോ. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ പൊതീനയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് നമുക്കിവിടെ അരഞ്ഞ് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന ഒരു ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് അരച്ചിട്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. കുറച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം താഴെ എടുത്ത് വെക്കുകയാണെങ്കിൽ കേടൊന്നും ആവില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സമയവും ലാഭം, അതുപോലെ തന്നെ നമ്മളുടെ പണിയും ലാഭമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായ ഇലയാണ്. അത്യാവശ്യം നല്ല മൂത്ത ഇല എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മൂത്ത ഇല ഇല്ലെങ്കിൽ തളിരിലയാണെങ്കിലും എടുക്കാവുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ പപ്പായ ഇല. അതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയ്ക്ക് പനിക്കൂർക്ക വളരെ ഫലപ്രദമാണ്. പനിക്കൂർക്ക ഇലകൾ അരച്ചുണ്ടാക്കുന്ന ഓയിൽ തലയോട്ടിയിൽ പുരട്ടുന്നത് മുടി വേരുകളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി മുടി വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. തലയിലെ ചൊറിച്ചിലും താരനും മാറ്റാനും പനിക്കൂർക്ക നീര് വളരെ നല്ലതാണ്. നമ്മൾ ഹെയർ സിറം, ഹെയർ പാക്ക്, ഹെയർ ഡൈ ഒക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പനിക്കൂർക്ക നീര് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നീരിറക്കവും ജലദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പപ്പായ ഇല. മുടി കൊഴിച്ചിൽ തടയാനും തലയോട്ടിയുടെ ആരോഗ്യത്തിനും പപ്പായ വളരെ നല്ലതാണ്. വിറ്റാമിനുകളും എൻസൈമുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മുടി വേരുകളെ ബലപ്പെടുത്തി മുടി നന്നായിട്ട് വളരാനും, വളരുന്ന മുടി നല്ല കറുപ്പോടെയും നല്ല കരുത്തോടു കൂടെ വളരാനും, നല്ല ഉള്ളോട് കൂടി വളരാനും, മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളപ്പിച്ച ഉലുവയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മളുടെ ഉലുവ. ഉലുവ മുളപ്പിക്കുമ്പോൾ ഇതിലെ പോഷക ഗുണങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും അകാല നിര തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ, പ്രോട്ടീനുകൾ മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും മുടിക്ക് നിറം നൽകുന്ന പിഗ്മെന്റുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുളപ്പിച്ച ഉലുവയിൽ വിറ്റാമിൻ സി, എ, അമിനോ ആസിഡുകൾ എന്നിവ ധാരാളമുണ്ട്. ഇവ തലയോട്ടിയുടെ കേടുപാടുകളെ തീർത്ത് മുടിയുടെ അകാല നിര പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മുളപ്പിച്ച ഉലുവയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസും കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളവും നമ്മളെ മുടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതുപോലൊരു ഹെയർ സിറം ഉണ്ടാക്കിയിട്ട് പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് വരാവുന്നത്, യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. ഇത് നമ്മൾ പനിക്കൂർക്ക ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ജലദോഷവും അതുപോലെ തന്നെ നീരിറക്കത്തിന്റെ പ്രോബ്ലം വരുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാലനരയ്ക്കും അതുപോലെ തന്നെ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന നരച്ചു മുടിക്കും പറ്റിയ അത്ഭുത ഒരു സിറമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചവ്വരിയാണ്. അതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് കട്ടിയായിട്ടുള്ള ഒരു രൂപത്തിലാക്കി എടുക്കരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഇത് വെന്തിട്ടുന്നതുകൊണ്ട് തന്നെ ഗ്യാസിൽ നേരിട്ട് വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്നത് അരിച്ചും കൂടെ എടുക്കാം. നല്ല കട്ടിയാവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷമുള്ള ഈ ഒരു ചവ്വരി നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പേസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മണവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കംഫോർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ കോട്ടനൊക്കെ മൈദയിലൊക്കെ മുക്കിയെടുക്കില്ല, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മുക്കിയെടുക്കും. അതൊന്നും ചെയ്യേണ്ട. ഇതുപോലെ കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുക. കുറച്ചധികം തുണി നമുക്ക് പശ മുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എത്ര ഡ്രസ്സാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഷർട്ട് മാത്രമാണ് മുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ പശ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഡ്രസ്സാണോ മുക്കി വയ്ക്കാനായിട്ടുള്ളത് ആ ഡ്രസ്സൊന്ന് മുക്കി വയ്ക്കാം. ഞാൻ ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ മുക്കി വയ്ക്കുന്നത്. നിങ്ങൾക്ക് കോട്ടൻ്റെ ഏത് ഡ്രസ്സും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് അയണൊന്നും ചെയ്യാതെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ട്
നന്നായിട്ട് ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് പിഴിഞ്ഞെടുക്കുക ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രയറിലൊന്നും ഇടണ്ട കേട്ടോ. ഡയറക്റ്റായിട്ട് നമുക്കിത് അഴയിലിട്ട് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അയണൊന്നും ചെയ്യാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് വിയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ആ പശ ഒന്ന് കൈ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അഴയിൽ നന്നായിട്ടൊന്ന് വിരിച്ചിടുന്നുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂവും നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് അഴയിൽ നന്നായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാരിയിലായാലും ചുരിദാറിലായാലും ഒക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.